ഇതങ്ങനെ നാട്ടിലല്ലാത്ത ആദ്യത്തെ വിഷു ആയിരുന്നു. വിഷു എനിക്ക് ഓണത്തേക്കാൾ പ്രിയപ്പെട്ടതാണ്. പക്ഷേ ജർമ്മനിയിലെ വിഷുക്കണിയും സദ്യയൊന്നും അത്ര എളുപ്പമല്ല. കണിയുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഞാൻ കുറേ മണിക്കൂർ യാത്ര ചെയ്ത് ഏതാണ്ട് 3 ഏഷ്യൻ സ്റ്റോറുകളിൽ നിന്നാണ് ഇതൊക്കെ വാങ്ങിയത്. വാഴയില ഞാൻ മുന്നേ തന്നെ ഒരു ഏഷ്യൻ സ്റ്റോറിൽ കണ്ടുവച്ചതാണ്. ഇവിടെ നിന്ന് എനിക്ക് പക്ഷേ വാഴയിലയും മത്തങ്ങയും മാത്രമേ കിട്ടുള്ളൂ. ഇത് രണ്ടാമത് പോയ ഷോപ്പാണ്. ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് ഒട്ടുമിക്ക എല്ലാ പച്ചക്കറി ഐറ്റംസും ഇവർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നാട്ടിലെ കൊച്ചുള്ളിയൊന്നും സാധാരണ ഇവിടെ കിട്ടാറേ ഉള്ളതല്ല. വാഴക്കൂമ്പ് വരെയുണ്ട്. പക്ഷേ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് ഈ ഫ്രഷ് മുരിങ്ങയിലയാണ്. എന്നാലും ആ ഒരു പാക്കറ്റിന് നാട്ടിൽ ഏതാണ്ട് 360 രൂപ വരെയുണ്ട്. വേപ്പിലയും മാവിലയും അടക്കം ഇവരിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കണി വയ്ക്കാൻ ഒട്ടും കിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന വെറ്റില വരെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. പിന്നീട് ആകെ ഒരു സങ്കടം ഉണ്ടായിരുന്നുള്ളൂ, കണിക്കൊന്ന ഇല്ലല്ലോ, കണിക്കൊന്ന ഇല്ലാണ്ട് എങ്ങനെ കണി വയ്ക്കുമെന്ന്. അങ്ങനെ ഈ കടയിൽ തിരിച്ചു പോകുന്ന വഴി അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പം അവിടെ ഒരു കണിക്കൊന്ന മരം പൂത്ത് അങ്ങനെ ഇപ്പോൾ ഉണ്ടായിരുന്നു. പബ്ലിക് പ്ലേസ് ആണ്, ജർമ്മനി ആണെന്നൊന്നും നമ്മൾ നോക്കിയില്ല. വിഷു അല്ലേ, എനിക്ക് വേണ്ട കണിക്കൊന്ന പൂ ഞാൻ അവിടുന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ജർമ്മൻ കണിക്കൊന്നാണെന്ന് തോന്നും, നാട്ടിൽ കണിക്കൊന്ന പോലെ തോന്നും. പിന്നെ വൈകിട്ട് നമ്മളൊരു ഇന്ത്യൻ സ്റ്റോറിൽ പോയി. അവിടെ നിന്നാണ് പൂജാ സാധനങ്ങളും കണി വെക്കാനുള്ള താലവും ഒക്കെ വാങ്ങിച്ചത്. അങ്ങനെ തിരിച്ചെത്തിയപ്പം രാത്രിയായി. എന്നാൽ പിന്നെ പൈനാപ്പിൾ പച്ചടി ഇഞ്ചിത്തൈരൊക്കെ രാത്രി തന്നെ ഉണ്ടാക്കി വയ്ക്കാമെന്ന് കരുതി. ഇനി ഒരുക്കാൻ തുടങ്ങുമ്പോൾ ഏതാണ്ട് 2 മണിയായി കാണും. ഇത് നമുക്ക് ആ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് കിട്ടിയ അൽഫോൺസ് അമ്മാമ്പഴമാണ്. പിന്നെ ഈ വിഷുവിന് 23-ാം വയസ്സിൽ ആദ്യമായിട്ട് കണി കാണുന്ന ഒരു കുട്ടി കൂടിയുണ്ട്, നമ്മുടെ സാന്ദ്രമോള്. കണിയൊക്കെ കണ്ട ശേഷം എന്നാൽ പിന്നെ രാവിലെ ഒന്ന് കൃഷ്ണനെ കാണാൻ പോകാമെന്ന് കരുതി. ഇതിവിടുത്തെ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ സർവീസാണ് കേട്ടോ. ഗൂഗിളിൽ ഇവിടെ ഒരു രാധാഗോവിന്ദ ടെമ്പിൾ കാണിക്കുന്നുണ്ട്, അങ്ങോട്ടാണ് ആദ്യത്തെ യാത്ര. നമ്മൾ കണ്ടുപരിചിച്ചിട്ടുള്ള ഒരു അമ്പലത്തിൻ്റെ അന്തരീക്ഷമൊന്നും ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. സാധാരണ ഇവിടെ ഭജൻസ് ഒക്കെ സ്ഥിരമായി നടക്കാറുണ്ടെന്ന് പറയുന്നത് കേൾക്കാം. വന്ന സ്ഥിതിക്ക് കൃഷ്ണനെയും കണ്ട് അവിടുന്ന് കിട്ടിയ ചന്ദനവും തൊട്ട് അടുത്തുള്ള മുരുകൻ്റെ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഏതാണ്ട് 1/2 മണിക്കൂറേ ഉള്ളൂ അങ്ങോട്ട്. ഇവിടെ എത്തിയപ്പോൾ ഏതാണ്ട് തമിഴ്നാട്ടിൽ ചെന്നിറങ്ങിയ ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത്. ഇവിടെ അകത്തേക്ക് കയറാൻ പോലും കഴിയാത്തത്ര ജനത്തിരക്കുണ്ട്. ക്യൂ നിന്നാണ് ഇവിടെ ദർശനം നടത്തുന്നത് പോലും. ജർമ്മനിയിൽ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏതാണ്ട് ഒരു പളനി ദർശനം നടത്തിയ ഫീലോടുകൂടിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ നന്നായിട്ട് വെയിലടിക്കുന്നുണ്ടെങ്കിലും അത് വെറുതെയാണ്, നല്ല തണുത്ത കാറ്റാണ് ഇവിടെ. ഇത് അമ്പലത്തിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു പാർക്കാണ്. സെറ്റ് സാരിയൊക്കെ കൊടുത്ത സ്ഥിതിക്ക് ഇവിടെ ഒരു വിഷു ഫോട്ടോഷൂട്ടും കൂടി ആവാമെന്ന് കരുതി.
ഞാൻ ചെന്നിട്ട് സദ്യ ഉണ്ടാക്കി കഴിക്കാൻ കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നേരെ അടുക്കളയിലേക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിയലും സാമ്പാറും ഒക്കെ ഒന്നിച്ചുണ്ടാക്കുന്ന ദിവസമാണ്. അതിനിടയ്ക്ക് പായസത്തിൽ മധുരം ഇടുന്നതിനെക്കുറിച്ച് സാന്ദ്രയും ഹരിതയും കൂടെ ഒരു മൂലയ്ക്ക് മാറിയിരുന്ന് ഗവേഷണം നടത്തുന്നത് കേൾക്കാം. ഇത് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന വാഴയില മുറിച്ചതാണ്. അത് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ഒറ്റ വലിയ പീസായിട്ടാണ്. അങ്ങനെ നമ്മുടെ നാരങ്ങയും ഇഞ്ചി, കണ്ണിമാങ്ങാച്ചാറ്, ഇഞ്ചിത്തൈര്, പൈനാപ്പിൾ പച്ചടി, തോരൻ, അവിയൽ, കൂട്ടുകറി, പപ്പടം, പഴം, ചോറ്, പരിപ്പ്, പിന്നെ രസം, സാമ്പാർ, പായസം, ഇത്രയൊക്കെ ഉണ്ടാക്കാനുള്ള സമയമേ കിട്ടിയുള്ളൂ. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ സദ്യ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ രാത്രി വരെ ഉറക്കമായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ഇക്കൊല്ലത്തെ വിഷു ആഘോഷം.